പ്രതിസന്ധികളും പ്രശ്നം വരുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ധൈര്യം 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു വേദവാക്യമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. പ്രശ്നങ്ങൾ വരുമ്പോഴും കൂരിരുളിൻ്റെ താഴ്വര, ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് എന്ന മരണ നിഴലിൻ്റെ താഴ്വര, മരണത്തെ മുഖാമുഖം കാണേണ്ട സന്ദർഭങ്ങളിൽ പോലും ഞാൻ ഭയപ്പെടത്തില്ല, പേടിക്കത്തില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. നമുക്കുള്ള ധൈര്യം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഈ പ്രഭാതത്തിൽ പറഞ്ഞു, അവൻ നമ്മുടെ കരം പിടിക്കും. ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട വഴിത്താരയിൽ ആരും കൂടെയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു പിതാവ് ഒരു മകനെ ഒരു കാട്ടിലൂടെ അല്പദൂരം നടത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവനോട് പറയുക, നീ ഈ വനാന്തരത്തിലൂടെ നടന്നു പോകണം. തനിയാണ് പോകേണ്ടത്. ഒത്തിരി ഭയത്തോടെ പേടിയോടെ അവൻ മുൻപിലേക്ക് നടന്നു പോവുകയാണ്. എങ്ങനെയാണ്? അല്പം കൂടെ കഴിഞ്ഞപ്പം ഈ കാട്ടുമൃഗങ്ങളുടെയും മറ്റ് ശബ്ദങ്ങളൊക്കെ, ഒത്തിരിയേറെ ശബ്ദങ്ങളെല്ലാം വന്നപ്പോൾ ഇവന് ഭയം ഉള്ളിലുണ്ടായി. അവന് വളരെ പ്രതിസന്ധിയിൽ ഏറ്റവും മുൻപോട്ടിനി എങ്ങനെയാണ് പോകുന്നത്, തിരിഞ്ഞോടണമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തൊട്ട് മുമ്പിൽ അവൻ നോക്കുമ്പോൾ അവൻ്റെ പിതാവ് അവിടെ നിൽപ്പുണ്ട്. പിതാവ് പറഞ്ഞു, മോനെ ഞാനിവിടെ ഉണ്ട്. അതെ, നമ്മുടെ പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞു പോകേണ്ട. അവൻ കൂരിൻ്റെ താഴ്വരയിലും നമ്മുടെ കൂടെയുണ്ട്. മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയില്ല. നിങ്ങളെല്ലാം പ്രതീക്ഷയും തീർന്നു കിടക്കുക. ഡോക്ടർമാരൊക്കെ പറഞ്ഞ് ഇനിയും പ്രതീക്ഷയില്ലെന്ന്. ഉണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. മരണനിഴലിൻ്റെ താഴ്വരയിൽ നിന്ന് അവൻ നിങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരും. അവൻ നിങ്ങളെ കരം പിടിച്ച് ജീവനിലേക്ക് നടത്തും. ഈ ധൈര്യം നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് പകർന്നിട്ട് പറയണം, ഞാൻ ധൈര്യപ്പെടുന്നു, കർത്താവിൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിടത്തി. അപ്പം ഇങ്ങനെയുള്ള ഉറപ്പുകൾ, ധൈര്യങ്ങൾ, പ്രോമിസസ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, അത് നിങ്ങൾക്ക് ബലം പകരട്ടെ. പ്രശ്നം വരുമ്പം, പ്രതിസന്ധി വരുമ്പം ലോകം പറയുന്നല്ല കേൾക്കേണ്ടത്, മറ്റുള്ളവർ അനുഭവങ്ങൾ നോക്കിയിട്ടല്ല പഠിക്കേണ്ടത്. മറിച്ച് പറയണം, ഈ പ്രതിസന്ധിയിലും കർത്താവിൻ്റെ കൂടെയുണ്ട്. പ്രശ്നമില്ലെന്നും പ്രതിസന്ധി ഇല്ലെന്നും അല്ല. കൂരിലിൻ്റെ താഴ്വരയും മരണനിഴലിൻ്റെ താഴ്വരയും അനർത്ഥവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പെരുമ്പാമ്പും സിംഹവും എല്ലാം ഉണ്ട്. ഇതിൻ്റെ മധ്യത്തിലും കൈവിടാത്തൊരു ദൈവസ്നേഹമുള്ളത് കൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ധൈര്യത്തോടെ പറയണം, ഞാൻ പേടിക്കത്തില്ല, കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ കരം ഉയർത്തി കർത്താവിൻ്റെ നന്ദി പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നടത്തിയെങ്കിൽ, എൻ്റെ പ്രിയ സ്നേഹിതരെ, നാളെ അവൻ നിങ്ങളെ നടത്തും. പ്രിയ മാതാവേ, കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് നടത്തും. സഹോദരി, വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവനാണ് നിങ്ങളെ മുൻപിലേക്ക് നയിക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു. ഒരാടിന് സ്വസ്ഥത നൽകുന്നത് പോലെ സ്വസ്ഥതയുള്ള ആഹാരം, വെള്ളം എനിക്ക് നൽകുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ടെൻഷനൊക്കെ കർത്താവ് മാറ്റുക. അവൻ നീതിപാതകളിൽ എന്നെ നടത്തുക. കൂരിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ശത്രുക്കളെ മുമ്പാകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതെ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആരുണ്ടോ അവർക്ക് നന്മയും കരുണയും എല്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യും. അവൻ നിങ്ങളുടെ ഇടയനാണ്. യേശു നിങ്ങളുടെ കരം പിടിക്കും. ഗോഡ് ബ്ലെസ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.